ഇന്നിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോവാം, എന്തായാലും ഫ്രീ അല്ലേ, അപ്പോൾ ഒരുമിച്ച് ഇറങ്ങാലോ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കേട്ടോ, ഞാനും ഉണ്ണിയും കുഞ്ഞാപ്പിയും ലിയും പിന്നെ ചേച്ചിയും ഞങ്ങളെല്ലാവരും കൂടി കേട്ടോ പോയത്. അപ്പോൾ റിലയൻസിലൊക്കെ ഒന്ന് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഉണ്ണിക്ക് ചെരുപ്പ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കയറി കേട്ടോ. ഫസ്റ്റ് തന്നെ അങ്ങനെ ഫൈനൽ ഒരു ചെരുപ്പ് കിട്ടി, അത് സെറ്റായി. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നെ നടക്കുന്ന വഴിക്ക് ഒരു ഷോപ്പ് കണ്ടപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറി ക്ലോത്തിൻ്റെ കുഞ്ഞാപ്പിക്ക് ഡ്രസ്സ് നോക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ കയറി. അവിടെയാണ് ഞങ്ങൾ കുറച്ചും കൂടി ടൈം പോയത്. എന്താ വെച്ചാൽ എടുക്കുന്ന ഡ്രസ്സൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇട്ട് നോക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഏകദേശം ഒന്ന് രണ്ടെണ്ണമൊക്കെ നോക്കിയതിൽ പിന്നെ ഒന്നും സമ്മതിക്കാതെ വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ഐഡിയ വെച്ചു, അതായത് ഓക്ക് പറ്റുമോ എന്നുള്ള ഒരു ഇത് നോക്കി ഒരു ഡ്രസ്സ് എടുത്തിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് റിലയൻസിലോട്ടാണ്. നോക്കുമ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. പുറത്ത് പാർക്കിംഗ് തന്നെ കണ്ടിട്ട് അയ്യോ ഇത്രയും ഉണ്ടോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഉള്ളോട്ട് കയറി. കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റിലയൻസിൽ. അങ്ങനെ കുറച്ച് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ വന്ന സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ജസ്റ്റ് മേലെക്കൂടി ഒന്ന് കറങ്ങി ഞങ്ങൾ ക്ലോത്തിന് സെക്ഷനിൽ ഒന്ന് രണ്ടെണ്ണം എടുത്തു. അത് കഴിഞ്ഞു നേരെ ഇറങ്ങിട്ടോ. ഇറങ്ങി ഞങ്ങൾ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് നടന്നു. ഞങ്ങൾ നടക്കുന്ന വഴിക്ക് ഹോട്ടലിൽ കയറാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ടീ കുടിക്കാൻ വേണ്ടി ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ നേരെ ഞങ്ങൾ അശോക് ഭവൻ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കയറിട്ടോ. അപ്പോൾ കഴിഞ്ഞ മാസം കോഫി ഹൗസ് പോയ ക്ഷീണം ഇവിടെ തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ലിയും ഒരു മസാല ദോശ ഒരെണ്ണം, ചേച്ചി പൂരിയും ഉണ്ണി ഇഡ്ഡലിയും പറഞ്ഞു കേട്ടോ. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. പക്ഷെ എന്നാലും ഒരുപാടില്ല. അങ്ങനെ അവിടെ ഇരുന്ന് കുഞ്ഞാപ്പിക്ക് ഒരു ചെയർ വേണം നിർബന്ധം. അപ്പം എവിടെ ചെന്നാലും അവൾക്ക് മാത്രമായിട്ടൊരു ചെയർ വേണം. അങ്ങനെ ഞങ്ങളെ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. സാധനം എത്തിട്ടോ. സത്യം പറയാലോ, നല്ല അടിപൊളി മസാല ദോശ എനിക്കിഷ്ടപ്പെട്ടു. അന്ന് കോഫി ഹൗസിൽ നിന്ന് കഴിച്ചതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ ബെറ്റർ, നല്ലതായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. പിന്നെ ഉണ്ണീൻ്റെ ഇഡ്ഡലിയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചിക്ക് പൂരിയായിരുന്നു പറയുന്നത്. ചേച്ചീൻ്റെ പൂരി കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട്